ഈ റെസിൻ ആർട്ട് ചെയ്യുന്ന മിക്കവരും പണി കിട്ടുന്ന വീഡിയോസ് ഇടുമ്പം ഞാൻ മനസ്സിൽ കുറച്ചെങ്കിലും സമാധാനിക്കുന്നുണ്ട്. എനിക്ക് പണിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. ആ സമാധാനം ഇതോടുകൂടി നിന്നു. എനിക്കും കിട്ടി നല്ലൊരു അടിപൊളി പണി. അതും ഒന്നല്ല, ഒരു ഫ്രെയിമിൽ തന്നെ 2 മുട്ടൻ പണിയാണ് കിട്ടിയത്. പണി എന്താണെന്നും കിട്ടിയ പണി ഞാൻ എങ്ങനെ സോൾവ് ആക്കിയെന്നും ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രെയിമിനെ പറ്റി പറയാം. ഇതൊരു ബേബി കീപ്സേക്കാണ്. ഒരു ബീച്ച് തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ തിങ്സ് എല്ലാം കസ്റ്റമർ പോസ്റ്റ് വഴിയാണ് അയച്ചു തന്നത്. കസ്റ്റമർ ഒരുപാട് പേജസ് കണ്ടെങ്കിലും നമ്മളെ ചൂസ് ചെയ്യാനുള്ള കാരണം അടുത്തായതുകൊണ്ടും അവർക്ക് നേരിട്ട് വന്ന് കണ്ട് ഫ്രെയിം വാങ്ങാലോ എന്ന് വിചാരിച്ചാണ് അവർ നമ്മളെ ചൂസ് ചെയ്തത്. ഏകദേശം 2 വർഷത്തോളം അവർ ഈ തിങ്സ് എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. നമ്മൾ ഈ ഫ്രെയിം 8 ഇഞ്ച് അഗേറ്റ് ഷേപ്പിലാണ് ചെയ്തത്. ഫസ്റ്റ് ലെയർ നമ്മൾ ബീച്ച് തീം സെറ്റ് ചെയ്ത് തിങ്സ് എല്ലാം വെച്ച് സെക്കൻഡ് ലെയർ വീത്തി. ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ പണി കിട്ടുന്നത്. കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രെയിമിൻ്റെ മുകളിൽ മൊത്തം ഒരു ഓയിൽ കണ്ടൻറ്റ് പോലെ എനിക്ക് തോന്നി. സാരമില്ല, എന്തായാലും നമുക്ക് പേപ്പർ ഇട്ട് പിടിച്ചിട്ട് ഒന്നുകൂടെ അടുത്ത ലെയറും കൂടെ വീത്തി നോക്കാമെന്നും പറഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത പണി. നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ച ഭാഗത്ത് അടുത്ത ലെയർ വീത്തിയപ്പോഴത്തേക്കും മൊത്തം ഫോട്ടോയുടെ മുകളിൽ മൊത്തം ബബിൾസ്. അത് നമുക്ക് പേപ്പർ ഇട്ട് പിടിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് റെസിൻ വീത്തുന്നതിന് മുമ്പ് ഒന്ന് ആൽക്കഹോൾ സ്പ്രേ അടിച്ച് നോക്കിയപ്പോൾ അതാ കിടക്കുന്ന ആ ബബിൾസ് എല്ലാം അതുപോലെ അവിടെ ഉണ്ട്. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഫ്രെയിം എല്ലാം തീർന്നു, കുളമായി, എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. പിന്നെ അങ്ങോട്ട് കരച്ചിലായി പിടിച്ചിലായി ഹസ്ബൻഡിൻ്റെ കൈയും കാലും പിടിച്ച് ഗ്രൈൻഡർ ഇട്ട് മൊത്തത്തിൽ ഡീപ്പായിട്ട് ഒന്നും കൂടെ ഫ്രെയിം ഗ്രൈൻഡ് ചെയ്തെടുത്ത് വീണ്ടും ഒരു ലെയറും കൂടെ ആദ്യം ഞാൻ ഫോട്ടോയുടെ പോർഷനിൽ തന്നെ ഒന്ന് വീത്തി നോക്കി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്കൊന്ന് ആശ്വാസമായത്. അവസാനം ഈ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് കസ്റ്റമറിന് സമാധാനമായത്. കാരണം അവർ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ച തിങ്സാണ് അങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പം കസ്റ്റമറും ഹാപ്പിയായി, ഞാനും അതിലേറെ ഹാപ്പിയായി. എന്തായാലും കിട്ടിയ പണി ഞാൻ ക്ലിയർ ആക്കി കൊടുത്തു. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.